വെൽക്കം ബാക്ക് ടു റിനൂസ് വ്ലോഗ്. ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതേ 1 kg വരുന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇഷ്ടം പോലെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിത് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ മാറ്റി വെക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 3 ലെയർ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വെച്ച ബട്ടർ പേപ്പർ ചീന്തെടുത്തിട്ടില്ല കേട്ടോ. അതൊന്ന് ഞാൻ ഒഴിവാക്കിയെടുക്കുകയാണ്. എപ്പോഴും ബട്ടർ പേപ്പർ ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ ബട്ടർ പേപ്പർ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാനത് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറും അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ആ ബോർഡൊന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതേ ഞാൻ ബോർഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ച ലെയറാണ് ഏറ്റവും ലാസ്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ആ വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് മിൽക്കും കൊക്കോ പൗഡറും കൂടി ആഡ് ആക്കിയിട്ടാണ്, ഷുഗറും കൂടി ആഡ് ആക്കിയിട്ടാണ് കേട്ടോ. വെള്ളത്തിൽ അങ്ങനെ ഷുഗറും കൂടി ആഡ് ആക്കിയിട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ ഞാൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പ്രസ്റ്റീനിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ നമ്മളത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നതും പറയണതും ഒരുപാട് മെമ്പേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ബേക്കിംഗ് ക്ലാസ് എടുത്തുകൂടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് ആ ഒരു ടൈം കിട്ടാത്തത് കാരണമാണ് ഞാൻ ഈ ചാനലിൽ ഇടുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണത്. അവർക്കൊക്കെ ഫസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും ആ ഒരു ലെയറിൻ്റെ ഇങ്ങോട്ട് 2 ഭാഗമൊക്കെ വന്ന് 3-4 ഭാഗം വന്നിട്ടുള്ള ആ ഭാഗത്തുള്ളതൊക്കെ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ല പോലെ തന്നെ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഗനാഷ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നൈഫ് വെച്ചിട്ട് ഞാനത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് എല്ലായിടത്തേക്കും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം കേട്ടോ. അതും നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം വെറ്റ് ചെയ്ത് പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. നൈഫും ചോക്ലേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു കളറ് വന്നിട്ടുള്ളത് കേട്ടോ. ആ കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇനി ചോക്ലേറ്റ് തന്നെയാണല്ലോ ഇതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ അതേ നല്ല പോലെ തന്നെ ഞാൻ സൈഡുകളൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കും ചോക്ലേറ്റ് ഗനാഷ് ചെയ്തതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതും എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്നാക്കി കൊടുക്കാം. അപ്പോൾ അതേ സെക്കൻഡ് ലെയറും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേർഡ് ലെയർ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതും വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതേ സൈഡൊക്കെ ഞാൻ നല്ല ഇതിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ ഞാനിതിങ്ങനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാൻ കണ്ടില്ല നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഏകദേശം ഞാനൊരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്നാലേ പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിതെല്ലായിടും നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കാം കേട്ടോ. നൈഫ് വെച്ച് ഞാൻ നമ്മളുടെ ബോർഡിലുണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ഒന്നും കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പം അതേ കണ്ടേ ഞാൻ നല്ല പോലെ തന്നെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ഞാൻ ഐസ് ബ്ലൂ ആണ് കേട്ടോ, ഐസ് ബ്ലൂവിൻ്റെ കളറാണ് ഞാൻ ആഡ് ആക്കി കൊടുക്കുന്നത്. അത് ഞാൻ 2 ഡ്രോപ്സാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഒന്ന് ലേറ്റ് ആയിട്ടാണ് കേട്ടോ, നല്ല പോലെ ഇളക്കിയിട്ടില്ല. വൈറ്റും ബ്ലൂവും വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഇളക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കേക്കിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് പരത്തി കൊടുത്ത് ഞാൻ കണ്ടത് ഇതേപോലെ നൈഫ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേ ഞാൻ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ റോസറ്റ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. N2 എന്ന് പറയുന്ന നോസിലാണിത്. അതേക്ക് ഞാൻ റോസറ്റ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായ കേക്കായിരുന്നു കേട്ടോ അത്. നല്ല അവർക്ക് നല്ല അഭിപ്രായമായിരുന്നു കസ്റ്റമർക്ക്. ഇതേ ഞാൻ ആ നോസിലേക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഒരു പൂക്കളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതേ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സൈഡിന് ഇങ്ങനെ അതിന് ബാക്കി വന്ന ആ ഒരു ക്രീമായിട്ട് തന്നെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നൈഫ് വെച്ചിട്ട് നമ്മൾ മുകളിൽ ചെയ്ത ആ ഒരു ഡിസൈൻ തന്നെ ഞാൻ താഴെയും ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ 4 സൈഡും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നൈഫ് വെച്ചിട്ട് അതിൽ ബാക്കി വേസ്റ്റ് വന്നതൊക്കെ ബോർഡിൽ നിന്ന് ഞാനൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഞാൻ ആ ബോർഡും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും അപ്പോഴേക്കപ്പോഴെ തന്നെ ആ ബോർഡ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കേക്കിൻ്റെ ഫിനിഷിങ് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാൻ കഴിയുള്ളൂ. ഇതേ ഞാനിതിനൊക്കെ ഒരു ലീഫ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഗാർഡൻ ഗ്രീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചാണ് ഞാൻ ലീഫ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓരോ സൈഡിലായിട്ടും നമ്മളതിന് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇനി ഞാനതിന് മുകളിലൂടെ ആ റോസറ്റിൻ്റെ മുകളിലൊക്കെ ഞാനൊരു ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സോറി. അപ്പോൾ കണ്ടില്ലേ, കേക്ക് അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കായിരുന്നു കേട്ടോ.
അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ എന്തായാലും വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബട്ടർഫ്ലൈ വെച്ചെടുത്തിട്ടുള്ളത്. അവൾ ബ്ലൂ കളറിൽ ചെയ്യാനും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ ബർത്ത്ഡേ കേക്കായിരുന്നു ഇട്ടത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഡെക്കറേഷൻ. ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അടുത്ത ന്യൂ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.